ഭാര്യയുടെ ഗുരുതര ആരോപണത്തിന് പിന്നാലെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ രാജിവെച്ചൊഴിയാൻ സാധ്യത. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ പുറത്തുവന്ന പരാതി സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടാനാണ് സാധ്യത. മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുന്നു പ്രതിപക്ഷം. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാറും കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രിയും തത്സമയം ചേരുകയാണ്. ആദ്യം ദിലീപ് കുമാറിലേക്ക്. ദിലീപ്, ഇതേ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം തന്നെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോട് ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു. ചരിത്രം ആവർത്തിക്കുന്നു. ഈ പ്രതിപക്ഷത്തിന്റെ മുന്നിലും ഭരണപക്ഷത്തിന് മുന്നിലും എന്താണ് വഴികൾ? നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കെ ബി ഗണേഷ് കുമാർ രാജിവെക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഇടതുമുന്നണി നേതൃത്വവും CPIM-ന്റെ സംസ്ഥാന നേതൃത്വവും ഉള്ളത്. അതുകൊണ്ട് തന്നെ കെ ബി ഗണേഷ് കുമാറിന്റെ രാജി ഉടൻ ഉണ്ടായേക്കുമെന്ന സൂചന വളരെ ശക്തമാണ്. 2013 ഇതേ സമാനമായ ഒരു ആരോപണം കെ ബി ഗണേഷ് കുമാർ നേരിട്ടിരുന്നതാണ്. അന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ അംഗമായിരുന്നു കെ ബി ഗണേഷ് കുമാർ. അന്ന് ഗണേഷ് കുമാറിന്റെ ഭാര്യ ഇതേ തരത്തിലുള്ള ആരോപണം തന്നെയാണ് കെ ബി ഗണേഷ് കുമാറിനെതിരെ ഉന്നയിച്ചിരുന്നത്. മാത്രമല്ല, കടുത്ത ആക്രമണം കൂടി, ശാരീരികമായ ആക്രമണം കൂടി നേരിട്ടു എന്ന് അന്ന് കെ ബി ഗണേഷ് കുമാറിന്റെ ഭാര്യ വെളിപ്പെടുത്തിയിരുന്നു. തുടർന്ന് അന്നത്തെ പ്രതിപക്ഷം, അതായത് ഇപ്പോൾ ഭരണപക്ഷമായിട്ടുള്ള അന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഗണേഷ് കുമാർ രാജിവെക്കണം, ഇക്കാര്യത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകും, സാധാരണഗതിയിൽ ഉമ്മൻചാണ്ടി ആവർത്തിക്കാറുള്ള വാക്കാണ് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നത്, അത് ഗണേഷ് കുമാറിന്റെ കാര്യത്തിലും നടപ്പിലാക്കണം എന്നായിരുന്നു അന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതേ കാര്യം ഇപ്പോഴും ബാധകമാണ് എന്ന നിലപാടിലാണ് പ്രതിപക്ഷമുള്ളത്. ഇതിൽ ഗണേഷ് കുമാറിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഇപ്പോഴും പോലീസിൽ ഇത് സംബന്ധിച്ച പരാതിയില്ല, പിന്നെന്തിന് രാജിവെക്കണം എന്ന നിലപാടാണ്. പക്ഷേ പോലീസിൽ പരാതി ഉണ്ടായാലും ഇല്ലെങ്കിലും ഇക്കാര്യത്തിൽ ഒരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആ കാര്യം മുൻനിർത്തിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ വിഷയം കൂടുതൽ വഷളാക്കിക്കൊണ്ടു പോകുന്നതിന് മുന്നണി നേതൃത്വത്തിന് താല്പര്യമില്ല. എത്രയും വേഗം ഈ പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടൽ, പോലീസിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകണം. അല്ലെങ്കിൽ ഇനി പോലീസ് ഇടപെട്ടില്ല, പരാതിയൊന്നും ലഭിച്ചില്ലെങ്കിൽ പോലും ഇക്കാര്യത്തിലുള്ള ഒരു ധാർമ്മിക പ്രശ്നം മുൻനിർത്തിക്കൊണ്ട് കെ ബി ഗണേഷ് കുമാറിനോട് രാജി ആവശ്യപ്പെടാൻ മുന്നണി നേതൃത്വം തയ്യാറായേക്കും. അതല്ലെങ്കിൽ ഗണേഷ് കുമാർ തന്നെ ഈ സമ്മർദ്ദം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ രാജിവെച്ചൊഴിയുന്നതിനുള്ള സാധ്യതയുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.